ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് നല്ലൊരു വീക്കെൻഡാണ്, നല്ലൊരു മോർണിംഗ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ 8:30 ഞങ്ങളിപ്പോൾ ഇന്ന് പോണത് തൃപ്പൂണിത്തറ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കാണ് പോണത്. ഞങ്ങൾ കുറെ ആയി പോയിട്ട് അവിടെ, അല്ലേ ലിമോ? അപ്പൊ നമ്മളിപ്പോ പോയിട്ട് ഇത്ര 5-6 മാസമായി ഉണ്ടാവില്ലേ ലിമോ? അതെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോണ ക്ഷേത്രമാണ് കേട്ടോ. അതെ, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ചോറ്റാനിക്കര ക്ഷേത്രം. അപ്പോൾ ഇന്നൊരു നല്ലൊരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാവിലത്തെ മോർണിംഗിലെ. അപ്പൊ ഞങ്ങൾ നേരെ രാവിലെ നീച്ച് ഫ്രഷപ്പായി ഞാനും പാറു ലിമോവും എല്ലാവരും കൂടിയിട്ട് പോവാണ് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലേക്ക്. അപ്പൊ അവിടുത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ 2-3 കാര്യങ്ങൾ വേറെ ഉണ്ട് അല്ലേ പാറു? വേറെ എന്തൊക്കെയാണ് പാറുവിന്റെ കാര്യങ്ങൾ പറഞ്ഞേ? പാറൂസ് എവിടെ? പാറു പറയണ്ട കുഞ്ഞാ. മാരത്തോൺ അല്ലേ? അപ്പൊ എന്റെ കുഞ്ഞാറ്റ മാരത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണം കളമശ്ശേരി പോയിട്ട്, അല്ലേ പാറൂസേ? പിന്നെ എന്റെ കുഞ്ഞിന് ഷൂസ് ഇല്ല ഓടാൻ. അപ്പൊ ഷൂസ് നാട്ടിലാണ്, അവൾക്ക് ഷൂസ് ഉണ്ട്, അത് നാട്ടിലാണ് അല്ലേ? അപ്പൊ നാട്ടിൽ വെക്കാനാണോ കുഞ്ഞാപ്പിയെ ഷൂസ് ഒക്കെ വാങ്ങി തരണം അച്ഛാ? അപ്പൊ ഷൂസ് ഒക്കെ നമ്മൾ എടുക്കണ്ടേ? നമ്മൾ ഷൂസ് ചെറുപ്പൊക്കെ നമ്മളെടുത്ത് വെക്കണ്ടേ കുഞ്ഞാപ്പേ? പാറൂസേ, ഇപ്പൊ ഷൂസ് ഇടാനും നമുക്ക് ഓടാനും പറ്റൂല അല്ല കുഞ്ഞാ? അല്ലേ? ഷൂസ് ഇടാനും നമുക്ക് ഓടാൻ പറ്റിയ? അപ്പൊ നമുക്ക് ഷൂസ് വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം അല്ലേ? പറഞ്ഞ് വിശക്കണ്ട രാവിലെ? ഇപ്പൊ വിശക്കണമെന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ട. നല്ല കുട്ടിയാണല്ലോ ഞങ്ങളുടെ കുട്ടി. നോക്കുക ഗായ്സ്, രാവിലെ അവൾക്ക് വിശക്കും കൂടി ഇല്ല അല്ലേ? അല്ലെ, നല്ല കുട്ടിയാണ് ഞങ്ങളുടെ കുട്ടി. കാരണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല അല്ലേ പൊന്നു? അല്ലേ പാറൂസേ? എന്നൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ, പാറുവിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാ പാറുവിന്? അപ്പം മുട്ടക്കറിയാണോ ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ്? പിന്നെ ലഞ്ച് ഏതാ ഇഷ്ടം? ലഞ്ച് ഉച്ചക്ക് കഴിക്കണ ലഞ്ച് അത് ഏതാണ് ഇഷ്ടം പാറുവിന്? ചെമ്മീൻ ബിരിയാണി. പിന്നെ ഡിന്നറോ? ഡിന്നർ ഏതാ ഇഷ്ടം? പൊറോട്ട മുട്ടക്കറി. എന്റെ അമ്മ, മുട്ടക്കറി വിട്ടിട്ട് കളിയില്ല അല്ലേ പാറോ? അപ്പൊ ഞങ്ങൾ ഓൺ ദ വേ ആണ് ഗായ്സ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക്. അപ്പോ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം അല്ലേ ലിമോ? ലിമോന് വലുതും പറയണ്ട, രാവിലെ നല്ലൊരു മോർണിംഗും കാര്യങ്ങളൊക്കെയാണ്. എന്താ ലിമോന് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും ഇല്ല അല്ലേ? നല്ലൊരു മോർണിംഗ്, ഗുഡ് മോർണിംഗ് അല്ലേ? ഓക്കെ ഓക്കെ. യാത്രയിൽ തന്നെ മനസ്സിൽ ഒരു പ്രത്യേക ആവേശം. കുടുംബവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നാണ്. വഴിയിലെ കാഴ്ചകളും കുട്ടിയുടെ ചിരിയും ഭാര്യയുടെ സന്തോഷവും ഇവയെല്ലാം ചേർന്ന യാത്രയെ ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളായി മാറ്റുന്നു. ഞങ്ങളെ പോണ വഴിക്ക് ഇപ്പൊ എന്തായാലും ലേറ്റ് ആയി, ഒന്ന് ചായ കുടിച്ച് പോവാന്ന് വിചാരിച്ചു. പാറു എന്താ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്? മുട്ടറക്കാനല്ല കുഞ്ഞാ, ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറഞ്ഞേ? മസാല ദോശ അല്ലേ പറഞ്ഞേ? മസാല ദോശയും പിന്നെ ഞങ്ങൾ കുറച്ച് വീട്ടിൽ സാമ്പാറും അതൊക്കെ അതിന്റെ കൂടെ ഉള്ളതാ. സാമ്പാർ, ചട്ടനി അതൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ പോവാ അല്ലേ മെല്ലെ? എന്താ പറഞ്ഞേ? ഇഡ്ഡലി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് വെയിറ്റിംഗിലാണ് ഇഡ്ഡലിക്ക് അല്ലേ? മോൾക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല? എന്താ, വീട്ടിലത്തെ ഇഡ്ഡലി കഴിക്കാറുണ്ടല്ലോ മോള്, ഒന്നാണ്ട് ഇഡ്ഡലി കഴിക്കാറുണ്ടല്ലോ.
ചോറ്റാനിക്കര അമ്മയെ ദർശിക്കാൻ എത്തുന്നവർക്ക് മനസ്സിൽ ഒരു പ്രത്യേക ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കുന്നു. കുടുംബവുമായി ഇവിടെ എത്തുന്നത് വലിയൊരു അനുഭവമാണ് അല്ലേ? അമ്മയുടെ ദർശനം കിട്ടുമ്പോൾ മനസ്സിൽ നിറയുന്ന പോസിറ്റീവ് എനർജി വാക്കുകളിൽ പറയാനാകില്ല. അമ്മയുടെ അനുഗ്രഹം കുടുംബത്തിനും ജീവിതത്തിനും സമാധാനവും സന്തോഷവും നൽകട്ടെ. കുടുംബവുമായി ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അമ്മയുടെ അനുഗ്രഹത്തോടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷവും ഐക്യവും നിലനിൽക്കട്ടെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ലിമോ? അതെ, നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് തൊഴാൻ കഴിഞ്ഞു. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഉള്ളിലൊക്കെ കയറി തൊഴുതു. എല്ലാം നല്ല രീതിയിൽ സാവധാനം കാമായിട്ട് പോയി തൊഴുതു. പക്ഷെ ഗോൾ അടിച്ചത് പാറൂനാണ് കേട്ടോ. പാറൂന് എന്താ കിട്ടി കാണിച്ചു കൊടുത്തേ? അവൾക്ക് എവിടെ പോയാലും കളിപ്പാട്ടാണ്. അത് എന്ത് കളിപ്പാട്ടാണ് പാറു? ഒന്ന് പറഞ്ഞു. ചിപ്സ് ആണ്. മറ്റേ കളിപ്പാട്ടം കാണിച്ചു കൊടുക്ക്. കളിപ്പാട്ടം നമ്മൾ വാങ്ങിയത് എവിടെയത്? അതിന്റെ പരിപ്പൊക്കെ ഊരിയാ? ആ, എന്താണ് പറഞ്ഞു കൊടുക്ക്. ഫിഷാ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി മീൻ പിടിക്കാട്ടോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. അതെ അതെ, അവള് പറയണ നാട്ടിൽ പോയിട്ട് മീൻ പിടിക്കാന്നേ. ഇവിടെ നാട്ടിൽ പോയിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് മീൻ പിടിക്കാൻ ആയിന്നല്ലേ. അപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ.